ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. എല്ലാവരും ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വളർന്നു വരുമെന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരൊക്കെ ടിബറ്റ് പ്രശ്നത്തെ ഇതൊരു സാധാരണ അതിർത്തി പ്രശ്നമല്ല, ഇതിൻ്റെ അകത്ത് തന്നെ ഇത്ര മാത്രം ഇരിക്കുന്നത്, ഇതെല്ലാം സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ, ഇന്ത്യയും ചൈനയും കൂടെ നിർവഹിച്ചു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് ടിബറ്റ് പ്രശ്നത്തെ വളരെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരു പ്രവണത ഇപ്പോൾ അടുത്തിടയ്ക്കായിട്ടൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ടിബറ്റ് പ്രശ്നം എന്ന് പറയുന്നത് അത്ര നിസ്സാര പ്രശ്നമൊന്നുമല്ല. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും പോലെ അതിശക്തമായ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പാലസ്തീനും ഇസ്രായേലും പോലുള്ള പ്രശ്നം പോലെ ഏത് നിമിഷവും കത്തിപ്പടരാവുന്ന ഒരു വലിയ പ്രശ്നമൊക്കെ തന്നെയാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടി 10-25 വർഷം കഴിയുമ്പോഴത്തേക്കും ടിബറ്റ് പ്രശ്നത്തിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു നിയതമായ രൂപവും ഭാവവും വന്നു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ത്യയിലും ചൈനയിലുമായിട്ടാണ്ട് 1 കോടിയോളം വരുന്ന ബുദ്ധമതക്കാരുണ്ട്. ആ ബുദ്ധമതക്കാരുടെ ആ ഐഡന്റിറ്റി, ടിബറ്റൻ സംസ്കാരം പേറുന്ന അവർക്ക് സ്വന്തമായ ഒരു സ്വത്വം വേണമെന്നവർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് വളരെയേറെ കാലഘട്ടമായി. അവർക്ക് ആയുധമെടുത്ത് പോരാടാനായിട്ടുള്ളൊരു ശേഷി ഇല്ലാത്തതുകൊണ്ട് അവർ ഒതുങ്ങി മാറി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവരുടെ ഉള്ളിലെ വികാരം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടിബറ്റ് വർഗ്ഗക്കാർ 2-3 സംസ്ഥാനങ്ങളിൽ തന്നെ ഉണ്ട്. വലിയ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളല്ലെങ്കിൽ ഭൂപ്രദേശം കുറേ ഉണ്ട്. ഏതാണ്ട് അരുണാചൽ പ്രദേശം എന്ന് പറയുന്ന പ്രദേശം പൂർണ്ണമായിട്ടും, അതുപോലെ തന്നെ സിക്കിം അങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഒക്കെ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ട് മാത്രമേ നമുക്കൊരു ചർച്ച ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ.